ഹായ് സുഹൃത്തുക്കളെ, റമളാൻ നോമ്പ് കാലമാണല്ലോ ഇത്. നോമ്പ് തുറന്നതിന് ശേഷം കഴിക്കാൻ പറ്റിയ ഹെൽത്തിയും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഫുഡാണ് ജീരകക്കഞ്ഞി. നോമ്പ് കാലം മുഴുവനും സൗജന്യമായി ജാതി മത ഭേദമന്യേ ജീരകക്കഞ്ഞി ലഭിക്കുന്ന ഒരു സ്ഥലം ഞാൻ പരിചയപ്പെടുത്തരാം. ഈ ജീരകക്കഞ്ഞി തയ്യാറാക്കുന്ന സൈനബത്തായും യൂസുഫയാണ് നമ്മോടൊപ്പം ഉള്ളത്. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, ഇതിന്റെ റെസിപ്പി ഒക്കെ എങ്ങനെയാണെന്ന് ചോദിക്കാം. അസ്സലാമു അലൈക്കും. നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഈ ജീരകക്കഞ്ഞി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നും അതിന്റെ വിവരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ? 20 വർഷത്തിൽ കൂടുതലായി നമ്മളിപ്പോ കൈതാരം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിൽ ജീരകക്കഞ്ഞി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അത് ഇതിക്ക് മുമ്പ് നമ്മൾ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന ആണുങ്ങൾക്കായിരുന്നു ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത്, ജീരകക്കഞ്ഞി കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ 15 വർഷത്തിൽ കൂടുതലായി ജാതി മത ഭേദമന്യേ എല്ലാ ആളുകൾക്കും നമ്മളിവിടെ വന്നവർക്ക് എല്ലാവർക്കും ജീരകക്കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് തന്നെയല്ല, വരാൻ കഴിയാത്ത അടുത്തുള്ള ഇതര സഹോദര സമുദായങ്ങൾക്ക് നമ്മൾ കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തന്നെയുമല്ല, നമ്മുടെ പുറം മഹല്ലങ്ങളിൽ നിന്നും ആളുകൾ വരുന്നുണ്ട് ഇവിടെ. വാണിയക്കാട്, വള്ളുള്ളിയൊക്കെ ആൾക്കാർ വരുന്നുണ്ട് കഞ്ഞിക്ക്. രാവിലെ 9 മണി മുതൽ കഞ്ഞിയുടെ എല്ലാ പരിപാടികളും ആരംഭിക്കും. ഒരു 3 മണിയോട് പൂർത്തിയാകുകയും ചെയ്യും. 3:30 ഇവിടെ എല്ലാവർക്കും സപ്ലൈ നടക്കുന്നുണ്ട്. കാലത്ത് 9 മണിക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തേങ്ങ പൊട്ടിക്കും. പിന്നെ ഗ്രൈൻഡറിൽ ഇട്ട് അരക്കും. പിന്നെ ഗ്രൈൻഡർ എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ആദ്യം വാടകയാണ് എടുത്തിരുന്നത്. ഇപ്പോൾ ഒരു ഓഫർ തന്നതിൻ്റെ പേരിൽ നമുക്ക് ആ ബുദ്ധിമുട്ട് മാറിക്കിട്ടി. 15-16 കൊല്ലത്തോളം ഗ്രൈൻഡർ വാടകയാണ് നമ്മൾ എടുത്തിരുന്നത്. പിന്നെ കൂട്ടെന്ന് വെച്ചാൽ തേങ്ങ 2 പിട്ടല്ലോ നമ്മ, അത് കഴിഞ്ഞ് ജീരകം ഇടും. പിന്നെ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ചുവന്നുള്ളി. ചെമ്പ് കഴുകി അടപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെമ്പിൽ നിറച്ച് വെള്ളം ഒഴിച്ചിട്ട്, അരിക്കുള്ള വെള്ളം, ആ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഉലുവയും മസാലയും കഴുകി വൃത്തിയാക്കിയിട്ട് ആ ചെമ്പിലിടും. വെള്ളം തിളച്ച് വരുമ്പോൾ തന്നെ അരിയിടും. അരിയിട്ട് ഒരുവിധമായി വരുമ്പോഴത്തേക്കും നമ്മളെ ഗ്രൈൻഡർ കൂട്ട് ശരിയായിക്കൊണ്ടിരിക്കുള്ളൂ. അപ്പൊ അതും നോക്കണം, ഇതും നോക്കണം നമ്മ. ഇത് എന്തൊരു ഭാഗമാവും വരുമ്പോഴത്തേക്കും നമ്മൾ ആ കൂട്ട് കൊണ്ടുവന്ന് അതിനകത്തേക്ക് കലക്കി നെയ്യ് ഒഴിച്ച് അതും തിളപ്പിച്ച് റെഡിയാക്കി 3 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ കഞ്ഞി വിതരണം തുടങ്ങി. ഇവിടെ ഒരു പ്രത്യേക ഒരു കൂട്ടുണ്ട്, അത് ഒരു രഹസ്യമാണ്. അതെന്താന്ന് പറയില്ല, രഹസ്യമായിട്ട് തന്നെ ഇരിക്കും. കൈതാരം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിലുള്ള മുസ്ലിം സാധുജന സംരക്ഷണ സംഘമാണ് ഈ പുണ്യപ്രവൃത്തിക്ക് പിന്നിലുള്ളത്. ഇതിന്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. എറണാകുളം ജില്ലയില് നോർത്ത് പറവൂരിനടുത്തുള്ള കൈതാരം ജുമാ മസ്ജിദ് ആണ്. നിങ്ങൾ ഗൂഗിളിൽ ലൊക്കേഷൻ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഇവിടെ തന്നെ വരും. അപ്പൊ ഹെൽത്തി ആയിട്ടുള്ള ജീരകക്കഞ്ഞി വേണ്ട ആൾക്കാര് കൈതാരം ജുമാ മസ്ജിദിലേക്ക് ഒരു 3:30 ആകുമ്പോഴേക്കും എല്ലാ ദിവസവും വൈകിട്ട് എത്തിയാൽ മാത്രം മതി. പക്ഷെ ഒരു നിബന്ധന ഉണ്ട് കേട്ടോ, ഒരു പാത്രമായിട്ട് നിങ്ങൾ വരണം ദയവായി. അപ്പൊ മറക്കണ്ട, പാത്രമായിട്ട് നിങ്ങൾ പോര്, കഞ്ഞിയായിട്ട് വീട്ടിൽ പോവാം. അപ്പൊ ഈ സ്നേഹത്തോടു കൂടിയുള്ള കരുതലോടു കൂടിയുള്ള ഈ സ്റ്റോറി ലോകം മുഴുവൻ പറന്ന് പന്തലിക്കട്ടെ. മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കാണാം.